അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് ഗെയ്സ്. അപ്പോൾ നമ്മളെ മാങ്ങയൊക്കെ അടുത്ത മാസം വരുമ്പോൾ മാങ്ങയൊന്നും മാങ്ങൻ്റെ രൂപത്തിൽ കാണത്തില്ല. അപ്പോഴേക്കും മാങ്ങയൊക്കെ എല്ലാവരും അറുത്തിട്ടുണ്ടാവും, പഴുത്ത് വീണിട്ടുണ്ടാവും. ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ ഞങ്ങൾ നാട്ടിൽ നിന്ന് പോവാണ് കേട്ടോ, കോവയിലോട്ട്. അപ്പോൾ പോകുമ്പോൾ ഓട്ടോക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പോണേ. ഞാൻ കുടിയിരിക്കാൻ വേണ്ടി വന്നതായിരുന്നു. കുടിയിരിക്കലും കുറച്ച് റെസ്റ്റും വിരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞങ്ങളിന്ന് പോവുകയാണ്. അപ്പോൾ ഓട്ടൊക്കെ ചെയ്തിട്ട് പോകാം, ഏതായാലും ഓട്ടിന് പിന്നെ ഒന്ന് ഇങ്ങോട്ട് വരണ്ടേ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ. അങ്ങനെ ഓട്ടൊക്കെ ചെയ്യാൻ പോയി. അങ്ങനെ ഓട്ടൊക്കെ ചെയ്ത് വന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് ഈ മാങ്ങ മൂച്ചിമ്മക്ക് മേലേക്കൊന്നും കയറി നോക്കിയിട്ടില്ല. മാങ്ങനെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അവിടുത്തെ ആൾക്കാരോടും കുടുംബങ്ങളോടും അതേമാതിരിക്ക് ഫോണിൽ നോക്കിയിട്ടും എക്സ്പോ പോയിട്ടും ടൈം പോയത് എങ്ങനെയെന്ന് തന്നെ മനസ്സിലാണില്ല കേട്ടോ. അത്രക്കും പെട്ടെന്ന് ഇവിടെ വന്നാൽ പൊതുവേ അങ്ങനെയാണ് കേട്ടോ, ടൈം പോണതേ അറിയത്തില്ല. അങ്ങനത്തെ ആ മാങ്ങ മൂച്ചി ഞാൻ വന്നതും നോക്കിയിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ പോണ നേരത്തെ ഇനി ഒന്നും കൂടി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഇത് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് മേലെ വാർപ്പിൻ്റെ മുകളിലോട്ട് പോയി. അപ്പോൾ പഴുത്ത് വീണിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ, ഈ ഒരു മാങ്ങ പഴുത്ത് കഴിക്കാൻ. ഇത് പഴുത്താൽ പിന്നെ നെട്ടിമ നിൽക്കൂല, താഴെ വീഴും കേട്ടോ. ഒരു കുലുക്കിയാൽ മതി. അങ്ങനെ കുറേ മാങ്ങയൊക്കെ ഞാൻ അങ്ങോട്ട് കുലുക്കി നോക്കി. അപ്പോൾ എനിക്ക് 2 കിട്ടിയേ. പിന്നെ KSRTC ബസ്സിനും അല്ലേ ഞാൻ പോരുന്നത്. അപ്പോൾ മാങ്ങയൊന്നും എടുക്കാനും നിന്നില്ല, ഒന്നിനും നിന്നില്ല കേട്ടോ. അല്ലെങ്കിലും ഈ ഒരു മാങ്ങ അറുത്തിട്ടില്ല കേട്ടോ. ഞങ്ങളെ വലിയ മൂച്ചിമത്തെ മാത്രമുള്ള അറുക്കാറ്. ഇത് പഴുത്ത ചെറിയ മാങ്ങയാണ്. ഇത് ഇത്രയും കാലം ഇത്രയും താഴ്ത്തായിട്ട് ഇങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞാൽ, കുട്ടികളൊന്നും നറുക്കാതെ നിൽക്കണേന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം നോക്കിയിട്ടാണ് കേട്ടോ. ഈ ഒരു മാങ്ങ കുട്ടികൾ മേലെ പോയി അറുക്കും പറഞ്ഞിട്ട് അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ തടവൊക്കെ വെച്ചെങ്ങാണ്ട് ശരിക്കും നോക്കിങ്ങാണ്ട് ഒന്നും അറുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ കാഴ്ചപ്പാടിൽ കിട്ടിയിട്ടോ. അത് ഈ മാങ്ങനെ സംരക്ഷിക്കണ എൻ്റെ താത്തയും കൂടിയാണ് കേട്ടോ. അങ്ങനെ സംരക്ഷണത്തിൽ അത് അധികം ഒന്നും പോയിട്ടില്ല കേട്ടോ. കാരണം ഒരു ഭാഗത്ത് പോയിക്കണു കേട്ടോ. അപ്പുറത്തൊരു കൊമ്പ് കണ്ടില്ലേ, അപ്പുറത്തൊരു കൊമ്പ് പോയിക്കണു. ഈ മേലത്തൊരു കൊമ്പില്ലേ, ഇതാ ഈ ഒരു കൊമ്പ്, ഇതുമ്മത്തെ ഒന്നും ആരും അറുത്തിട്ടില്ല കേട്ടോ. കാരണം അതിമ അങ്ങനെ മൊത്തത്തിലുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പുറത്തെ കൊമ്പ് ഉണ്ടോ, ഇതേ സെയിം ഉണ്ടാവും. അതൊക്കെ മക്കൾ അറുത്തിട്ട് അങ്ങനെ കഴിച്ചിക്കണു ചെറുപ്പത്തിൽ കേട്ടോ. ഇങ്ങനെ ചെറിയ മാങ്ങാവൂല. അപ്പോൾ അങ്ങനെ എനിക്ക് അവിടുന്ന് 2 കുലുക്കിയപ്പോൾ 2 കിട്ടിയിട്ടോ. ഈ ഒരു മാങ്ങയുടെ ടേസ്റ്റ് പറയാൻ ഇക്കാൻ്റെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ അതിൻ്റെ അണ്ടി കുഴിച്ചിട്ടിട്ട് അങ്ങനെ മുളച്ചിട്ട് തയ്യാക്കിയിട്ട് കുഴിച്ചിട്ടുണ്ടായതാണ് കേട്ടോ. ഈ ഒരു മൂച്ചിയും അപ്പുറത്ത് സെയിം ഒരു മൂച്ചിയുണ്ട് കേട്ടോ. ഈ മാങ്ങൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. അച്ചാറിടുന്നതിനേക്കാൾ നമ്മൾ പഴുത്തിട്ട് കഴിക്കണേണ് കേട്ടോ. പഴുത്ത് കഴിക്കണ മാങ്ങൻ്റെ അണ്ടി കുഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കടയിലേക്ക് കൂടിയൊക്കെ ഫ്രൂട്ട്സ് കടയിലേക്ക് കൂടിയൊക്കെ വാങ്ങണേ. അങ്ങനെ ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് വീട്. 3 ഭാഗത്ത് റോഡാണ് കേട്ടോ. അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും അപ്പുറത്തേക്കൊന്നും. അങ്ങനെ വീടിൻ്റെ പരിസരമാണ് കേട്ടോ. ചെറിയ വീടാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു മൂലയിലാണ് കേട്ടോ ഞങ്ങൾ വീട്. അപ്പോൾ അങ്ങനെ അപ്പുറത്തൊരു മൂച്ചിയുണ്ടോ, അതിന്മേൽ വലിയ മാങ്ങാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ് അതിൻ്റെ മധുരം. പക്ഷേ താഴത്തേക്ക് ഇടുമ്പോഴത്തേന് അതങ്ങോട്ട് പൊട്ടും കേട്ടോ. അപ്പം നമുക്ക് ആളെ കയറ്റിയിട്ട് അറുത്തിട്ട് പഴുക്കാൻ വെക്കുകയാണ് ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊരു ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു മാങ്ങൻ്റെത്. ആ ഒരു മാങ്ങയാണ് കേട്ടോ, ആ ഒരു മൂച്ചിൻ്റെ. അങ്ങനെ നമുക്ക് താഴത്തേക്ക് പോകുക കേട്ടോ. ഇല്ല വേണ്ട. അപ്പം നമ്മൾ ഈ മാങ്ങനൊക്കെ വിട്ടിട്ടേ നമ്മളങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പഴുത്ത മാങ്ങ കയ്യിലുണ്ട് കേട്ടോ. കണ്ട ബാ, അതെൻ്റെ ബാഗിൽ സ്ഥലമില്ലല്ലോ. ഞങ്ങൾ ബസ്സിലാണ് പോണത്. അപ്പോൾ മാങ്ങയ്ക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇനി അടുത്ത തവണ വരുമ്പോൾ മാങ്ങ നമുക്ക് കൊണ്ടുപോകാം. അടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും മാങ്ങ കഴിഞ്ഞിട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ 2 പട്ട മുരിങ്ങയൊക്കെ താളിപ്പിന് ഊരിയിട്ടുണ്ട് ഞങ്ങൾ. അത് പൊട്ടിച്ചിട്ടുണ്ട് അല്ലേ. അത് താത്തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിലാണ് തേനീച്ച കേട്ടോ. ഇതിപ്പോൾ എങ്ങനെ പോവാന്ന്. പാമ്പുണ്ടാവും റബ്ബേ. തുറന്നു നോക്കട്ടെ. എല്ലാ ദിവസവും വരുമ്പോഴും ഞങ്ങൾ ഇതൊന്ന് നോക്കും കേട്ടോ. കണ്ട കടിക്കും കേട്ടോ.
അപ്പുറത്ത് കൂടി പോട്ടെ, നോക്കട്ടെ. കണ്ടോ കണ്ടോ, ഇപ്പതാ ഇവിടത്തേക്ക് തേനിൻ്റെ വട്ടം ഇങ്ങനെ തേനായിട്ടില്ല കേട്ടോ, അല്ലേ? കൂട് കൂട്ടിയിട്ടുള്ളൂ. എന്താന്നാവത് തേനാവാത്തല്ലേ? നമ്മൾ 2-3 മാസമായില്ലേ ഇത് കണ്ടിട്ട്. ഇനി തേനായിട്ടില്ല ഗേസ്, ഇനി തേനായിട്ടില്ല. ഞങ്ങൾ ദിവസവും ഇതിങ്ങനെ നോക്കിക്കൊണ്ട് ഒത്തിരിക്കണം കേട്ടാ. ഞാൻ അടച്ചേക്കട്ടെ. തേനിൻ്റെ അപ്പങ്ങളൊക്കെ ഇങ്ങനെ വെള്ളയിൽ അങ്ങനെ വന്നുകൂടാ. അങ്ങനെ തേനൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ പണ്ട് സ്കൂളിൽ പോയി പഠിച്ചുമ്പോൾ നമ്മളൊരു നൊട്ടെങ്ങന്നറിയില്ല, ആ നൊട്ടെങ്ങയൊക്കെ ഉണ്ടായിക്കുന്നത് കേട്ടോ. കണ്ടോ, അതാ വലിയൊരു മരം കേട്ടോ, നിറച്ച് നൊട്ടങ്ങുണ്ട്. കണ്ട, ഇത് ആരെങ്കിലും കഴിച്ചവരുണ്ടേ ഒന്ന് കമന്റി കൂടി അറിയിക്കട്ടോ. കണ്ടാ, നല്ല മധുരമാണിത് കഴിക്കാൻ. വലിയ മരമാണ് കേട്ടാ നൊട്ടങ്ങടെ. അങ്ങനെ ഇതാ സ്വത്ത് ഇവിടെ വന്ന് മൈലാഞ്ചിയൊക്കെ കുഴിച്ചിട്ട് അത് നന്നായിട്ട് തഴുത്ത് വന്നിട്ടുണ്ട്. കണ്ടാ, ഇത് മൈലാഞ്ചി മരം സ്വത്തുവിൻ്റെയാണ്. ഒനൂസേ താര കുഴിച്ചിട്ടേ? ആ മോനെ, ഞാൻ വന്ന ടൈമിലേ ഈ ഒരു മൈലാഞ്ചി മുറിച്ചു. കണ്ടോ, മൈലാഞ്ചി മുറിച്ചപ്പോൾ ഓനത് കുഴിച്ചിട്ട് ശരിക്കും ഉണ്ടായിക്കുന്നു കേട്ടോ. പിന്നെതാ എൻ്റെ മോള് കുഴിച്ചിട്ട് കുറേ മുളക് ഉണ്ടായിക്കുന്നു കേട്ടോ. ഒന്നൊന്നല്ല, കുറേ ഉണ്ട് കേട്ടോ. കണ്ടോ, മേലെ കൂടിയൊക്കെ മുളകുണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ ഇവിടെ കേരളത്തിലെ സുഖം വല്ലാത്തൊരു വൈബാണല്ലേ പൊന്നെ. അപ്പം നമ്മൾ പോവല്ലേ വീട്ടിലോട്ട്? അങ്ങനെ ഞങ്ങൾ പോവാണ് ഗെയ്സ്. അപ്പോൾ ഇവിടുന്ന് പോട്ടെ, ടാറ്റാ ബൈ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇനി ഗോവയിൽ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോത്തെ ഡ്രൈവർ ചോദിക്കുകയാണ്, അത് ചെറിയൊരു എൻ്റെ ആങ്ങളിനെ പോലെ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഓന് ചോദിക്കണം, ഓന് പാർട്ടി മാർക്കിസ്റ്റാണ് കേട്ടോ. അരിവാളിനിട്ടില്ല ചവയം ഉണ്ടാതിരിക്കത്തില്ല, ഇത് വീഡിയോസ് എടുക്കുന്നുണ്ട് എന്ന് ഞാൻ ഓനോട് പറയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഓട്ടോക്ക് വന്ന് ഇനി ഇത് ചുങ്കത്ത് പോയി ഞങ്ങളവിടെ ബസ് കാത്തുന്ന അവിടുന്ന് KSRTC കയറും കേട്ടോ. അപ്പോൾ KSRTCക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. കഴിഞ്ഞ ഓട്ടിനൊക്കെ വന്നിട്ടേ ഞങ്ങൾക്ക് നിൽക്കാനും കൂടി സ്ഥലം ഉണ്ടായിരുന്നില്ല. പൊതുവേ പാലക്കാട് കോഴിക്കോട് ഒരുപാട് തിരക്കായിരിക്കും കേട്ടോ. കുറേ ദൂരെ യാത്രയ്ക്ക് ഈ ഓട്ടിൻ്റെ ടൈമിലല്ലേ എല്ലാവരും ഓട്ടിടുക, അവനാൻ്റെ സ്ഥാനത്ത് എത്തുക. അതായിരിക്കും ഭയങ്കര തിരക്കായി. കോഴിക്കോട് പാലക്കാട് ബസ് മൊത്തത്തിൽ തിരക്കായിരുന്നു കേട്ടോ. നിൽക്കാനുള്ള സ്ഥലം മാത്രം കിട്ടി. പിന്നെ ആ കല്ലടിക്കോട് ആ ഭാഗത്ത് എത്തിയപ്പോഴേക്കും കുറച്ച് ആൾ ഒഴിഞ്ഞതും ഞങ്ങൾക്ക് ഇരിക്കാൻ അങ്ങോട്ട് സീറ്റ് കിട്ടി. അങ്ങനെ പാലക്കാട് എത്തി. ഞങ്ങൾ പാലക്കാട് എത്തിയിട്ട് അവിടുന്ന് സ്വിഫ്റ്റ് KSRTCക്ക് കയറി. അപ്പോൾ അവിടുന്ന് വലിയ തിരക്കില്ല കേട്ടോ. ഇവിടെ കോഴിക്കോടും പാലക്കാട് മാത്രമുള്ള തിരക്ക്, കോവയിലോട്ടും ഒന്നും തിരക്കില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സൊക്കെ കയറിയിരുന്ന് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വൈകിയത് അറിയാലോ, എഡിറ്റും കാര്യങ്ങൾക്കൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞാൽ ഈ വീഡിയോസ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗേസ്. എല്ലാവരും എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഇൻഷാ അള്ളാഹ് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ബൈ.